SUV-കളിലും ഇരുചക്ര വാഹനങ്ങളിലും രാജ്യപര്യടനം നടത്തുകയും അതിൽ റെക്കോർഡ് ഇടുകയും ചെയ്യുക എന്നുള്ളത് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു രീതിയാണ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓട്ടോറിക്ഷയിൽ കുറഞ്ഞ സമയം കൊണ്ട് കൊച്ചിയിൽ നിന്ന് ഹിമാലയൻ താഴ്വരകൾ വരെ വാഹനം ഓടിച്ച ഒരു വ്യക്തി, അങ്കമാലി സ്വദേശിയായ പാർത്ഥസാരഥി നമ്പൂതിരി. ഇദ്ദേഹത്തിൻ്റെ യാത്രാനുഭവവും വാഹന സ്നേഹവുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ചെറുപ്പകാലം മുതൽ ഇത്തരം യാത്രകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മനസ്സിൽ യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ കയ്യിലിരിക്കുന്ന വാഹനം ഏത് എന്ന് ചിന്തിക്കാതെ അടുത്ത നിമിഷം തന്നെ യാത്ര തുടരും. അതിന് പ്രത്യേക മുൻകരുതലുകൾ ഒന്നും എടുക്കാറില്ല. ഇന്നുള്ള നാവിഗേഷൻ സിസ്റ്റവും മാപ്പും ഒന്നുമില്ലാതിരുന്ന കാലത്തും അദ്ദേഹം ഹീറോ പുക്കിലും ഹീറോ ഹോണ്ട CD100ലും TVS വേഗോ, മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഇവയിലെല്ലാം യാത്രകൾ നടത്തി. ഇപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഡ്രൈവ് ആസൂത്രണം ചെയ്തപ്പോഴാണ് ഓട്ടോറിക്ഷ മനസ്സിൽ കയറിയത്. ഓട്ടോ ഒരു സാധാരണ വാഹനമാണ്. അപ്പോൾ ആ സാധാരണ വാഹനത്തിൽ വേണമെങ്കിലും ഹിമാലയം പോകാം എന്ന് നമ്മൾ ഒരു പ്രൂവ് ചെയ്താൽ നന്നായിരിക്കുന്നു എന്ന് തോന്നി. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പെട്ടെന്ന് തളരുന്ന ആൾക്കാരാണ്. എന്ത് പ്രശ്നം വന്നാലും ഒരു ചെറിയ പ്രശ്നത്തെ പോലും മറികടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ആലോചിക്കാം, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ വലിയ വണ്ടികളിൽ പോയി എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ് കേൾക്കാറുണ്ട്. അതൊരു കുറവായിട്ടല്ല പറയണത്, അത് അവനവനെ ഉള്ളത്. അപ്പോൾ നമുക്കുള്ളത് വെച്ചിട്ടായാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം. ഓട്ടോറിക്ഷ യാത്ര മനസ്സിൽ ഉദിച്ച സമയം മുതൽ നല്ലൊരു ഓട്ടോറിക്ഷയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രം തിരഞ്ഞു നടന്ന ഇദ്ദേഹം 2007 മോഡൽ ഒരു ഓട്ടോറിക്ഷയെ മണ്ണാർക്കാട് നിന്നും സ്വന്തമാക്കി. ഇത് ബജാജിന്റെ റിയർ എഞ്ചിൻ ഓട്ടോറിക്ഷയായിരുന്നു. വാങ്ങിയ ശേഷം ദീർഘദൂര യാത്രയ്ക്കായി പണിത് ശരിയാക്കിയാണ് യാത്ര തിരിച്ചത്. ഒപ്പം 2 സുഹൃത്തുക്കളും. നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത വാഹനമാണ് ഓട്ടോറിക്ഷ. അത് കാരണം അതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കി. പിന്നെ യാത്രയിൽ സാധാരണ വരാനുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചർ ഇതൊക്കെയാണല്ലോ. അതിനുവേണ്ടി സാധാരണ ഒരു സ്റ്റെപ്പിനെങ്കിൽ 2 സ്റ്റെപ്പിന് വെച്ചു. പിന്നെ ചാർജറുകൾ, കാരണം യാത്രയിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മൊബൈൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ചാർജറുകൾ, GPS അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് കേബിളുകളൊക്കെ മാറി എഞ്ചിൻ്റെ നല്ല ഓയിലുകളൊക്കെ വെച്ച്. കാരണം ഡീസൽ എഞ്ചിനാണ്, പെട്രോളല്ല. പെട്രോൾ എഞ്ചിനിൽ എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രിക്കോഷൻസാണ് നമ്മൾ എടുത്തത്. കുറഞ്ഞ സമയത്തിനുള്ളിലാണ് യാത്ര പൂർത്തിയാക്കിയത്. മെയ് 20-ന് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നിന്നുമായാണ് യാത്ര ആരംഭിച്ചതും. നമ്മൾ പോയി വരാൻ ഇപ്പോൾ 20-ാം തീയതി പോയി 17 ദിവസം കൊണ്ടാണ് നമ്മൾ തിരിച്ചത്. അതിലെൻ്റെ പേഴ്സണൽ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി ഹരിദ്വാറിലും ലക്നൌവിലും നമുക്ക് 2-3 ദിവസം ചിലവഴിക്കേണ്ടത്. അതല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമ്മൾ എത്തുമായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 325-350 ലിറ്ററിൻ്റെ ഓളം ഡീസൽ വന്നിട്ടുണ്ട് ഏകദേശം. അത് കറക്റ്റ് ആവണമെന്നില്ല, നിസ്സാര വ്യത്യാസമല്ല. പിന്നെ കിലോമീറ്റർ നോക്കുമ്പോൾ നമ്മളിവിടുന്ന് ഒരു 6500-7000 കിലോമീറ്ററിന് കരുതിയാണ് പോയത്. പക്ഷേ 7500-ൻ്റെ അടുത്ത് റീസണിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോയ മാർഗ്ഗമല്ല നമ്മൾ തിരിച്ചു വന്നത്. ഇവിടുന്ന് പോയത് നമ്മൾ പോയ വഴിയിൽ നാഗ്പൂർ വരെ ഒരേ ഇതാണ് തിരിച്ചു വന്ന വഴി. നാഗ്പൂരിൽ നിന്ന് നമ്മൾ ജാൻസി വഴി ആഗ്ര, ഡൽഹി, റൂർക്കി വഴി ഹരിദ്വാർ, ഋഷികേശ്, കേദാർനാഥ് അങ്ങനെ നമ്മൾ പോയത്. തിരിച്ചു വന്നപ്പോൾ ഹരിദ്വാറിൽ നിന്ന് തിരിഞ്ഞ് ബറേലി, റായ്ബറേലി വഴി ലക്നൗ, കാശിയിൽ നിന്ന് പിന്നെ റീവ വഴി തിരിഞ്ഞ് നമ്മൾ നാഗ്പൂരാണ് എത്തിയത്. അപ്പോൾ ആ ഒരു സർക്കിൾ അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏറ്റവും സാഹസികമായ യാത്ര ഉത്തരാഖണ്ഡിലൂടെയായിരുന്നു. അനായാസമായാണ് ഈ വാഹനത്തെ ഇവർ കയറ്റിയത്. ഓട്ടോറിക്ഷ എന്ന വാഹനം അനുവദനീയമല്ലാത്ത പ്രദേശത്തു കൂടിയായിരുന്നു ഡ്രൈവ്. ഈ അനുഭവം തന്നെയായിരുന്നു ഈ യാത്രയിൽ എന്നും മനസ്സിൽ നിൽക്കുന്നത്. വണ്ടി ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം വലിക്കുന്ന ഒരവസ്ഥ, നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് കല്ലുകൾ വീഴുന്നൊരവസ്ഥ, കാണുന്നവരൊക്കെ നമ്മൾ പേടിപ്പിക്കുന്ന അവസ്ഥ. ഈ വണ്ടി പോകുമോ അങ്ങനെയൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആൾക്കാർ കൂടുതലും പേടിപ്പിക്കുന്ന ഇതിനാണ്. നമുക്ക് പേടി തോന്നിയിട്ടല്ല, അവരുടെ മാനസിക വികാരം അവർ പറയുന്നത് മാത്രം. കാരണം അവിടെ ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷ, അവിടെ അലൗഡ് അല്ല. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഓട്ടോറിക്ഷ കണ്ടതിൻ്റെ നാട്ടുകാരുടെ ഒരു ഇതുണ്ടല്ലോ, അത് മുഴുവൻ റിയാക്ഷൻ മുഴുവൻ നമ്മൾക്കാണ് കിട്ടുന്നത്. പേടി ഉണ്ടെങ്കിൽ നമുക്ക് പേടി വരാം. പിന്നെ ഈ പറഞ്ഞ കാര്യമാണ്, വരാനുള്ളത് എങ്ങനെയായാലും വരും. അത് ഓട്ടോറിക്ഷ അല്ല, 2 വീലറിന് പോകുന്നില്ലേ, ഹെൽമെറ്റ് വെച്ച് നിർത്തിയിട്ടാണ്. ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞു വീണാൽ മതി. ലൈസൻസ് ലഭിച്ച അന്നു മുതൽ തന്നെ ദീർഘദൂര യാത്രകൾ നടത്തുന്നു.
വഴിയോ സ്ഥലമോ പരിചയമില്ലാതെയാണ് ആദ്യ യാത്ര. അയൽ രാജ്യങ്ങൾ വരെ കടന്നെത്തി ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് യാത്ര. ആദ്യമായിട്ട് ഞാൻ യാത്ര പോയത് ലൈസൻസ് കിട്ടിയത് 93-ലാണ്. 93-ൽ ഞാൻ ഇവിടുന്ന് പോയി ബൈക്ക് എടുത്ത് പോയി. അന്ന് പോയത് ഹീറോ ഹോണ്ട SS ആണ്. SS കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് കാശുണ്ട്, പിന്നെ പലരിൽ നിന്ന് കാശ് മേടിച്ചാൽ ഇന്നത്തെ വല്ല അന്നൊക്കെ കാശ് സൂക്ഷിച്ച് എങ്ങനെയൊക്കെയോ പോയെന്നേ പറയാൻ പറ്റുള്ളൂ. വിവരം ഉണ്ടായിട്ട് പോയതല്ലാതെ. ആദ്യം ഇവിടുന്ന് പോയി നേരെ ഡൽഹി അങ്ങനെ പോയി കാഠ്മണ്ഡു എത്തി. കാഠ്മണ്ഡുന്ന് അന്ന് ടിബറ്റിലേക്ക് കടന്നു. ടിബറ്റിലേക്ക് കടന്ന് ഇന്ന് കൈലാസം എന്ന് പറയുന്ന അപ്രാപ്യമായ ഭയങ്കര ഒരു സാധനം. കാരണം ചൈനയുടെ ഇതുള്ള അന്ന് എങ്ങനെയോ ടിബറ്റിലെത്തിപ്പെട്ടു. കാരണം നിയമപരമായിട്ട് എത്രത്തോളം ഇന്ന് അതിനെക്കുറിച്ച് ഓർമ്മ തന്നെ എനിക്കില്ല സത്യത്തിൽ. അന്ന് പോയത് കാഠ്മണ്ഡുവിൽ നിന്ന് വേറൊരാളെ പരിചയപ്പെട്ട് അങ്ങനെ അവിടുത്തെ സിവിലിയൻ്റെ കെയർ ഓഫിലാണ് നമ്മളങ്ങനെ പോയത്. അന്ന് അവിടുത്തെ പെർമിഷൻ കിട്ടി, എങ്ങനെയൊക്കെ പോയി. അന്നത്തെ ആ ഒരു പ്രചോദനം, കാരണം ആദ്യമായിട്ട് പോയ ഒരു ലോങ് യാത്ര എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രത്തോളം വലുതാണ് ഭൂമി എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ യാത്രകളിൽ കൂടിയാണ്. അതാണ് സത്യത്തിൽ ഏറ്റവും ഈ ഹിമാലയത്തിനോടുള്ളൊരു താല്പര്യം വരാൻ കാരണം അന്നത്തെയാണ്. ഏതൊക്കെ ടൂ വീലറുകളുണ്ടായോ മിക്കവാറും ടൂ വീലറിൽ. കാരണം നമ്മൾ ആരോടും ചോദിക്കാനോ പറയാനോ അല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്ന കാലത്തോളം അമ്മയോട് പറയാമെന്നുള്ളതല്ലാതെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഭാര്യയോട് പറയും എന്നല്ലാതെ ഒരു പെർമിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത എപ്പോൾ തോന്നിയോ അപ്പോൾ ടൂ വീലറുകൾ പല ടൂ വീലറിൽ പോയിട്ടുണ്ട്, സ്കൂട്ടറുകളിൽ പോയിട്ടുണ്ട്, ബൈക്കിൽ പോയിട്ടുണ്ട്, ബുള്ളറ്റിൽ പോയിട്ടുണ്ട്, ഹീറോ ബുക്കിൽ പോയിട്ടുണ്ട്. ആ ഹീറോ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് മനസ്സിലാവില്ല. കാരണം അതൊരു മോപ്പേഡല്ല, മോബൈക്ക് എന്നത് അതിൻ്റെ ഇത്. കാരണം നല്ല പവർഫുള്ളുള്ള. പിന്നെ കാറുകളിലധികം പോയിട്ടില്ല. കാരണം കാറ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു വാഹനമല്ല. ഒരു ജനറൽ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ജീപ്പുകൾ, മാർഷൽ, ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം. ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഓട്ടോറിക്ഷയിലും പോയിട്ടുണ്ട്. യാത്രകളൊന്നും ആസ്വദിക്കുന്ന പാർത്ഥസാരഥി അതിനായി കാത്തിരിക്കാറില്ല. തീരുമാനിക്കുക, നടപ്പാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഇതിനോടകം തന്നെ നിരവധി യാത്രകൾ നടത്തി. ജ്യോതിർലിംഗങ്ങൾ കാണുന്നതിനുള്ള യാത്രകളായിരുന്നു അധികവും. അതിന് താല്പര്യമുള്ളവരും അദ്ദേഹത്തോടൊപ്പം കൂടാറുണ്ട്. നിരവധി റാലികളിലും ഓഫ് റോഡ് മത്സരങ്ങളിലും വിജയി കൂടിയാണ് ഇദ്ദേഹം. വാഹനത്തിൻ്റെ സാങ്കേതിക പിൻബലത്തിൽ മറ്റു മോഡിഫിക്കേഷനുകൾ ഇല്ലാതെ മത്സരത്തിനിറങ്ങുക എന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടവും. ഇതിലൊന്നും തീരുന്നില്ല അദ്ദേഹത്തിൻ്റെ യാത്രകൾ. ഇതിലും വ്യത്യസ്തമായ രീതിയിൽ യാത്ര ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. മനസ്സിൽ ഒരു യാത്രയല്ല, മനസ്സിൽ യാത്രകളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. പക്ഷേ എന്നാലും അടുത്തതൊരു ഈ 3 രാജ്യങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ വേറെ വണ്ടിയിലല്ലാതെ വേറെ ഒരു റെക്കോർഡ് ചെയ്താൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു ഗിന്നസ് റെക്കോർഡ് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അത് വിഷയം ഇപ്പം ഞാൻ പറയുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഫാസ്റ്റ് ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും മുൻ എപ്പിസോഡുകൾ കാണണമെങ്കിലും ഞങ്ങളുടെ വെബ്സൈറ്റായ manoramanews.com-ലൂടെയും യൂട്യൂബിലൂടെയും കാണുവാൻ കഴിയും. അടുത്തയാഴ്ച മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.